എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്ഷമിക്കാൻ പഠിച്ചാലോ? നമുക്ക് ഒരു കുഴപ്പമുള്ള എന്നാണെന്നറിയാമോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാകാം, സഹോദരങ്ങളാകാം, മാതാപിതാക്കളാകാം, അല്ലെങ്കിൽ നാത്തൂമാരാകാം, അമ്മായിയമ്മയാകാം, ആര് വേണമെങ്കിലും ആകട്ടെ, അവർ നമ്മളോട് എന്തെങ്കിലും അയൽക്കാരോ ആരെങ്കിലും ആകട്ടെ നമ്മളോട് എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു വൈരാഗ്യമായിട്ട് വെച്ചുകൊണ്ടിരിക്കാറ് ഇല്ലേ? നമ്മൾ പിന്നെ അത് മറക്കുകയില്ല. അതായത് നമുക്കൊരു സാഹചര്യങ്ങൾ വരുമ്പോൾ, അതായത് നമ്മുടെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അവരെ വെച്ച് കാണുമോ അല്ലെങ്കിൽ അവരെ വേറെ എവിടെയെങ്കിലും വഴിക്ക് വെച്ച് കാണുമോ ഒക്കെ ചെയ്യുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് എന്താ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? അന്നത്തെ അവരുടെ രൂപം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് വരും ഇല്ലേ? അതായത് അന്നത്തെ അവരുടെ വേഷം, അന്നത്തെ രീതി, അന്നത്തെ സംസാരം, അന്നവർ പറഞ്ഞ വാക്കുകൾ എല്ലാം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വരും. അപ്പം നമുക്ക് അവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. നമുക്ക് അവരോടൊരു വൈരാഗ്യമായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കും. അവരെന്നാലും എന്നോട് അങ്ങനെ കാണിച്ചല്ലോ, ഞാൻ എന്ത് ചെയ്തിട്ടാ ഞാൻ അവരോട് എന്ത് നന്നായിട്ട് അന്ന് പെരുമാറി, എന്നിട്ട് അവരങ്ങനെ അല്ല എന്നോട് പറഞ്ഞത്, ഞാൻ എന്തോ ഒരു സഹായങ്ങൾ അവർക്ക് ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ? ചിലർ പൈസയൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ച് തരാതിരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ഞാൻ അന്ന് സഹായിച്ച, പൈസ ഇല്ലാത്ത കാലത്ത് അവനെ സഹായിച്ച, എന്നിട്ട് ആ പൈസ അവൻ തിരിച്ചു തന്നില്ലല്ലോ, അവന് ഞാൻ ജന്മത്ത് കൊടുക്കില്ല, അവനോട് ഞാൻ ഒരിക്കലും പൊറുക്കില്ല, മറക്കില്ല എന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ? അതേപോലെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുമ്പോൾ, അതായത് നമുക്ക് എന്തെങ്കിലും വിയോഗങ്ങളോ, ഭർത്താവാട്ടെ, ഭാര്യയാട്ടെ, മക്കളാട്ടെ, അല്ലെങ്കിൽ മാതാപിതാക്കളാരി എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ അന്നും വിഷമിക്കും ഇല്ലേ? അത് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു കാലത്തും പോവുകയില്ല. ഇങ്ങനെ മനസ്സിലിട്ട് നമ്മൾ അതിനെ എന്നാന്ന് പറഞ്ഞാൽ ഒരു കണക്കിൽ പറഞ്ഞാൽ താലോലിക്കുക എന്ന് പറയാം. അത് നമ്മുടെ മനസ്സിൽ നിന്ന് കളയാതെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്താ മുന്നോട്ടുള്ള നമ്മുടെ ആ യാത്രയിൽ ഇത് തടസ്സമായിട്ട് നിൽക്കും. മുന്നോട്ട് പോകുമ്പം ഈ വിഷമങ്ങളായിരിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. കാലം കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. മറവി ഉണ്ടാകുന്ന അങ്ങനെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിഷമങ്ങളുണ്ടായാൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളതൊരു മറക്കാനുള്ളൊരു മനസ്സ് നമുക്ക് തന്നത് ഒരു അനുഗ്രഹമാണ് അല്ലേ? അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം. കാരണം എല്ലാം ഇങ്ങനെ ഓർത്തിരുന്നാൽ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റില്ല. അതായത് നമുക്കൊരു ദുഃഖം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ദുഃഖം അതായത് ദുഃഖം ഉള്ള ഒരു കുറച്ച് സമയങ്ങളില്ലേ, ദിവസങ്ങളില്ലേ, ആ സമയങ്ങളിലേക്കായാലും കുറഞ്ഞു വരില്ലേ കുറേ കഴിയുമ്പോൾ? നമ്മൾ ഒരു 3 വർഷം 4 വർഷമൊക്കെ കഴിയുമ്പോഴത്തേനും ചിലർ പൂർണ്ണമായിട്ടും അതിനങ്ങ് മറക്കും, ചിലർക്ക് അങ്ങനെ അങ്ങ് മറക്കാൻ സാധിക്കില്ല. അത് കുറേശ്ശെയായിട്ട് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓർത്തിരിക്കുന്നവരുമുണ്ട്. ആ സാഹചര്യങ്ങൾ, ആ സ്ഥലങ്ങൾ, ആ വ്യക്തികൾ, അല്ലെങ്കിൽ ആ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവരുമായിട്ട് പോയ സ്ഥലങ്ങളോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക്, അല്ലെങ്കിൽ ആ വാഹനങ്ങൾ അവരുമായിട്ട് യാത്ര ചെയ്തോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒക്കെ നമുക്കൊരു വിഷമങ്ങൾ തോന്നും. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പോവുകയില്ല അല്ലേ? ഇങ്ങനെയുള്ള വിഷമങ്ങൾ കൊണ്ട് നടക്കുന്ന നൂറുകണക്കിന് ആൾക്കാരുണ്ട് കേട്ടോ. കാരണം ചിലപ്പോൾ നിസ്സാര കാര്യത്തിൽ തള്ളിക്കളയാവുന്ന പ്രശ്നങ്ങൾ പോലും അതിങ്ങനെ വലുതാക്കി ഉള്ളിൻ്റെ ഉള്ളിൽ വൈരാഗ്യമായിട്ട് വെച്ചുകൊണ്ട് ഇരിക്കുന്നവരുമുണ്ട്. ചിലർക്ക് ചെയ്ത സഹായങ്ങൾ മറന്നു പോയിട്ട് വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. അതൊക്കെ ഭയങ്കര തെറ്റാ, അത് കർമ്മദോഷം കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഒരാൾക്കൊരു സഹായം ചെയ്തു, അയാൾ അത് സഹായം എല്ലാം പറ്റി, അത് കഴിഞ്ഞിട്ട് തിരിച്ച് അയാൾ ആ സഹായത്തിന് ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ വ്യക്തിയെ കൊടുത്തയാൾക്ക് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അത് തിരിച്ചു കൊടുക്കണോ അല്ലെങ്കിൽ തിരിച്ചൊരു സഹായം ചെയ്യേണ്ട അവസരങ്ങൾ വരുമ്പോഴും ചെയ്യാതെ അയാളെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ അല്ലെങ്കിൽ അയാളുടെ നാശം കാണാൻ കൊതിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര പാവമാണ്, കർമ്മഫലം അനുഭവിക്കുന്ന സംഭവങ്ങൾ. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്തെങ്കിൽ അത് നമ്മളങ്ങ് വിട്ട് കളഞ്ഞേക്കണം കേട്ടോ. അതും കൂടെ പറയാം. എന്ത് സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കിട്ടുമെന്ന് ഓർത്ത് ആർക്കും ഒരു സഹായം ചെയ്യാൻ പോകണ്ട. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ എഗ്രിമെൻറ്റുകളൊക്കെ വെച്ചിട്ടായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. വലിയ തുകകളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് എഗ്രിമെൻറ്റ് വെക്കണം, അല്ലെങ്കിൽ നോ പറയാൻ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ പിന്നീട് എത്ര നല്ല ബന്ധമാണെങ്കിലും അതൊക്കെ കലങ്ങിപ്പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെ ഒരു വിള്ളലുണ്ടായി കഴിയുമ്പോൾ പിന്നെ അതൊരു വിഷമത്തിലേക്ക് ചെന്ന് അത് ചാടുള്ളൂ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ നോക്കണം. അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അതിരാവിലെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മളൊരു എന്നാ പറയണേ, മെഡിറ്റേഷൻ ചെയ്യാൻ അറിയാവുന്നവർക്ക് എളുപ്പമാണ്. മെഡിറ്റേഷൻ ചെയ്ത ശേഷം നമ്മുടെ മനസ്സിലുള്ള വിഷമം എന്നാന്ന് വെച്ചാൽ അത് നമ്മുടെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനോട് പറയുക. രാവിലെ ആരും ഉണരാത്ത സമയമാണ് ഏറ്റവും നല്ലത്. നമ്മൾ ശാന്തമായിട്ടിരുന്ന് നമ്മുടെ ഉള്ളിൻ്റെ വിഷമങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതങ്ങ് പറയുക.
അത് പറഞ്ഞ് നമ്മൾ അതൊരു 5, 8, 9 പ്രാവശ്യമെങ്കിലും നമ്മുടെ മനസ്സിൽ ഇന്നാണ് വിഷമം, അത് മാറ്റിത്തരണം, അത് മാറ്റിത്തരണം എന്നല്ല, മാറിപ്പോയി, എൻ്റെ മനസ്സിൽ നിന്ന് അതെല്ലാം മാറിപ്പോയി, എല്ലാം ഡിലീറ്റാക്കിപ്പോയി, എനിക്ക് വിഷമങ്ങളെല്ലാം തീർന്നു എന്നിങ്ങനെ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ശാന്തമായിട്ടിരുന്നിട്ട് നമ്മളതിനെ ഡിലീറ്റ് ചെയ്ത് കളയണം നമ്മുടെ മനസ്സിൽ നിന്ന്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ, അതായത് ഒരു 9 ദിവസമെങ്കിലും നമ്മൾ ചെയ്ത് കഴിയുമ്പം നമ്മുടെ മനസ്സ് ശാന്തമായി വരും. നമ്മുടെ മനസ്സ് ശാന്തമായി നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. അപ്പം അവരെ കാണുമ്പോഴാണെങ്കിലും നമ്മളൊരു കോൺഫിഡൻസോടുകൂടി അവരുടെ നേരെയൊക്കെ ചിരിച്ചു കാണിക്കാനോ, അവർ ചമ്മിപ്പോകുന്ന രീതി, ഇപ്പോൾ അവരായിരിക്കും നമ്മുടെ നേരെയൊക്കെ ചിരിച്ചു കാണിക്കുന്നത്, അവരൊന്നും അറിയാത്ത ഭാഗത്ത് നമ്മളോട് പെരുമാറുന്നുകൊണ്ടായിരിക്കും, അവർ നല്ലതാണ് തെളിയിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കും. ശരിയല്ലേ? കാരണം അവർ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞു വെച്ചേക്കണം നമ്മൾ മോശക്കാരാന്നായിരിക്കും. അപ്പം എന്നെ കാണിക്കും, അവർ നമ്മുടെ നേരെയൊക്കെ ചിരിച്ച് കാണിക്കുന്നു, നമ്മളോട് സംസാരിക്കുകയൊക്കെ കാണുമ്പോൾ മറ്റുള്ളവരോർക്കും അപ്പോൾ ഇവള് പറഞ്ഞതാ ശരി, അവളാ മോശക്കാരി, അല്ലെങ്കിൽ അവനാ മോശക്കാരൻ എന്നൊരു ചിന്താഗതി എല്ലാവരുടെയും മുമ്പിൽ ഒരു പരത്തി വെച്ചിട്ടുണ്ടായിരിക്കും. അതവിടെ എന്നാ പറയണേ, പളുങ്ക് പാത്രം പോലെ പൊട്ടി തകർന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ തിരിച്ചങ്ങോട്ട് സന്തോഷം, ശരി, എന്നാണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കാൻ നമ്മളൊരു മനസ്സുണ്ടാക്കി എടുത്തു നോക്കി. ചിലപ്പം നമുക്കത് പെട്ടെന്നൊന്നും സാധിച്ചു എന്ന് വരില്ല, എങ്കിലും ഒരു പുഞ്ചിരിയിലൂടെയെങ്കിലും നമുക്ക് മറുപടി കൊടുക്കാൻ സാധിച്ചു കഴിയുമ്പം നമ്മുടെ ഉള്ളിലുള്ള ആ വിഷമം അതങ്ങ് തീർന്നു പോകും. നമ്മുടെ മനസ്സ് ശാന്തമായി ക്ലീനായിട്ട് വരും. നമ്മൾ അതിനാണ് മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ശരീരം ഹെൽത്തി ആണെങ്കിൽ നമുക്കിങ്ങനെയുള്ള ഒന്നും ബാധിക്കില്ല കേട്ടോ. അതും കൂടെ പറയാം. നമ്മൾ എക്സസൈസൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും എക്സസൈസൊക്കെ ചെയ്ത്, പ്രായമായവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും അതൊക്കെ ചെയ്ത് നമ്മുടെ ശരീരത്തിനൊരു പവർ ഉണ്ടെങ്കിലുണ്ടല്ലോ, നമുക്കിങ്ങനെയുള്ള ഒരു സാധനവും നമ്മളെ ബാധിക്കുക. പോട്ടെ എന്ന് പറയും നമ്മൾ. അതൊന്നും നമ്മളെ ബാധിക്കുന്നത് പോട്ടെ, എന്നാ ഇത് എന്നിങ്ങനെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് നമ്മൾ എടുത്ത്, നമ്മളിങ്ങനെ നെഗറ്റീവുകളെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞ് നമ്മൾ പവറാക്കിയിരിക്കുക. അപ്പോഴുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ടാകും. മറ്റുള്ളവരുടെ നമ്മളെ ദുഃഖങ്ങൾ ബാധിക്കാതിരിക്കും. ചിലർ കണ്ടിട്ടില്ല, എന്തൊക്കെ ദുഃഖം വന്നാലും അവരെ ബാധിക്കാതെ അവർ പിറ്റേ ദിവസം തന്നെ അവർ ഓവർകം ചെയ്തു പോകുന്ന കാണുമ്പോഴല്ലേ, അതങ്ങനെ പവറുള്ളവരാണ്. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ പറയും പെട്ടെന്നൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല എന്ന് പറയും. അത് ശരിയാണ്. പക്ഷെ കാലം മായ്ച്ചു കളയുന്നുണ്ട്. കാലം അതുകൊണ്ട് നടക്കണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. ഈ പ്രപഞ്ചം നമ്മളോട് പറഞ്ഞു തരുന്ന വാക്കെന്നാ, കുറേ 3-4 വർഷം കഴിയുമ്പോൾ പലതും മറന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ഇല്ലേ? എന്തെല്ലാം നമ്മൾ ഓർത്ത് നോക്കിയേ, ചില ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ തേച്ചിട്ട് പോണവരെയൊക്കെ നമ്മൾ മറക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം കാലം കുറച്ച് കഴിയുമ്പോൾ അവരെ മാച്ച് അതിനെല്ലാം പാകപ്പെടുത്തി വരും. അതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ മാച്ച് കളഞ്ഞ് പാകപ്പെടുത്തി വെക്കണം. നമുക്ക് തന്നെ സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിലൊരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലാതെ ഈ പറയുന്നവരെ കണ്ടിട്ട് നമ്മൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാ പറ്റുന്നത്? നമുക്ക് തന്നെയല്ലേ പറ്റുന്നത്. നമ്മുടെ ജീവിതമല്ലേ മുന്നോട്ട് പോകാണ്ടിരിക്കാൻ. നമ്മുടെ ജീവിതത്തിലല്ലേ വിജയം പുറകോട്ട് പോകുന്നത്. നമ്മളെല്ലായിടത്തും പരാജയപ്പെടുന്നത്. അപ്പം ഇങ്ങനെയുള്ളവരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ ഒരു പുഞ്ചിരി കൊണ്ട് സാധിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം തന്നെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക, നമ്മുടെ ആരോഗ്യത്തെ പാകപ്പെടുത്തുക. നമ്മൾ നല്ല കോൺഫിഡൻസോടുകൂടി, നല്ല പവറോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുക. അതാ വേണ്ടത് കേട്ടോ. അല്ലാതെ നമ്മൾ പിന്നോട്ട് പോകരുത്. നമ്മൾക്ക് എപ്പോഴും ക്ഷമിക്കാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി വയ്ക്കുക. കാരണം ഇതെൻ്റെ ജീവിതത്തിൽ വന്നുപോയി, ഇനി പറ്റരുത് എൻ്റെ ജീവിതത്തിൽ ഒരബദ്ധം, ഇതൊന്ന് വന്നു, ഇനി ഞാൻ അതിനകത്ത് അടിപ്പെടരുത്, ഞാനിനി രക്ഷപ്പെടണം. എൻ്റെ മനസ്സ് ഞാൻ വിചാരിച്ചാൽ മാത്രം. ഇങ്ങനെ പലരും എൻ്റെ മുമ്പിൽ കൂടെ കടന്നു പോകും. അവരെല്ലാവരെയും നന്നാക്കിയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, എനിക്ക് ഞാൻ മാത്രം നന്നായാലേ ജീവിക്കാൻ പറ്റുകയുള്ളൂ, അവരൊക്കെ അവരുടെ വഴിക്ക് പോകട്ടെ, അവരെ ഞാൻ വിട്ടുകളഞ്ഞേക്കണ കേസാണ് എന്നിങ്ങനെ വിചാരിക്കുക. അല്ലാതെ അവർ കാരണം എൻ്റെ മനസ്സിലുണ്ടായ ദുഃഖങ്ങൾക്ക്, അത് ദുഃഖം ഒരിക്കലും മറക്കൂല, അത് വേറൊരു കാര്യം. അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. പക്ഷേ നമ്മളത് കൊണ്ടുവന്നുകൊണ്ടിരിക്കാണ്ടിരിക്കുക. ദുഃഖങ്ങളുണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്തെങ്കിലും കാര്യത്തിലൊക്കെ ദുഃഖം. അപ്പം അതും കൊണ്ട് നമ്മൾ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു സന്തോഷമോ സമാധാനമോ ഐശ്വര്യമോ നമുക്കുണ്ടാവുകയില്ല. അപ്പം അതിനെ നമ്മൾ ദൂരെ വലിച്ചെറിഞ്ഞേക്കുക. എന്നിട്ട് നമ്മൾ സമാധാനത്തോടും സന്തോഷത്തോടും ഐശ്വര്യത്തോടും കൂടി ജീവിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ എഴുതി 9 പ്രാവശ്യം പ്രപഞ്ചത്തിനോട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നു എന്ന് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമാതിരി ദുഃഖമൊന്നും നമ്മളെ ബാധിക്കില്ല, ഉറപ്പായ കാര്യം.
അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ബായ്.